ചുമ്മാ ഫണ്ണടിക്കുന്നതല്ല, ഈ പ്രോഡക്റ്റ് ലൈക്ക് ലിറ്ററലി കൊന്നു കളയാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്രോഡക്റ്റ് ആയിരുന്നു. മീഷയ്ക്കകത്ത് കയറിയിട്ട് 500 രൂപയ്ക്ക് താഴെ വരുന്ന കുറെ കിടില സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒന്നാമത്തത് കുളിക്കാൻ വേണ്ടിയുള്ളവർക്കാണ്. കുളിക്കുന്നവരെ മാത്രം കണ്ടാൽ മതി. പണ്ട് നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, തേച്ചൊരച്ച് കുളിക്കണമെന്ന്. അങ്ങനെ തേച്ചൊരച്ച് ഇപ്പൊ പലരും കുളിക്കുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാൽ തേക്കൊന്നുമില്ല, വെറുതെ സോപ്പൊക്കെ തേച്ചിട്ടുള്ള പരിപാടിയല്ലേ. അപ്പോൾ തേച്ചൊരച്ച് കുളിക്കാനായിട്ടുള്ള ഗാഡ്ജറ്റാണ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലും കൈയൊക്കെ തേക്കാം. ഇതെല്ലാം ഓക്കെ. നിങ്ങൾക്ക് കൈയും കാലും തേച്ച് കഴിഞ്ഞാൽ മുതുക് തേക്കുന്നത് ഭയങ്കര വലിയൊരു ടാസ്ക് അല്ലേ. ഇതിനെങ്ങനെ പിടിക്കുക, എന്നിട്ട് അതെങ്ങനെ ശരിയോ? ഓക്കെ, ഇങ്ങനെ അല്ലേ അല്ലേ ഇങ്ങനെ നിങ്ങൾക്ക് മുതുക് തേക്കാനായിട്ട് പറ്റും. മുതുകും തേച്ച് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുതുകൊന്ന് മസാജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിലായിട്ടൊരു മസാജിങ് ഭാഗമുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് മുതുക് മസാജ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 130 രൂപയ്ക്ക് വൃത്തിക്ക് കുളിക്കാൻ പറ്റും. ബട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും നിങ്ങളുടെ ബാത്റൂമിൽ വാങ്ങിച്ച് വെക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ എൻ്റെ ഈ ഒരു മെറ്റീരിയൽ. റബ്ബറാണ്, ബട്ട് ഇറ്റ്സ് റിയലി സോഫ്റ്റ് ആൻഡ് കുറേ കളറിൽ നമുക്ക് അവൈലബിളും ആണ്. അടുത്ത പ്രോഡക്റ്റ് നോക്കാം. അടുത്തത് LED മ്യൂസിക് ബൾബ്. അതായത് ഇതിനകത്ത് കിട്ടുന്നത് ഒരു റിമോട്ട്. ഈ റിമോട്ട് നമുക്ക് ഈ ലൈറ്റൊക്കെ വാങ്ങുന്ന സമയത്ത് കിട്ടുന്നതാണ്. ആൻഡ് നമ്മുടെ ഒരു ബൾബ്. ഈ ഒരു ബൾബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് പാട്ടും കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈറ്റും ഇഷ്ടം പോലെ കത്തിക്കാൻ പറ്റും. ഡിസ്കോ ലൈറ്റ് കത്തിക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ബൾബ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് പാട്ടിടാം. ഈ റിമോട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കളറൊക്കെ മാറ്റാം. മൊത്തത്തിൽ റൂമിൻ്റെ ഒരു വൈബ് മൊത്തം മാറ്റാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇത് 296 രൂപയാണ് മീഷോയ്ക്ക് അത് കൊടുത്തിട്ടുള്ളത്. ചില സമയം ഇതിൻ്റെ പ്രൈസ് കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം. 149 രൂപയ്ക്കകത്ത് നമുക്ക് കിട്ടുന്ന ഒരു ചാർജിങ് കേബിളാണ്. വേറൊരു കേബിളൊന്നും അല്ല കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരറ്റം നമ്മുടെ ടൈപ്പ് എ ആണ്. ഇത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ചാർജറിൽ കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഒരറ്റത്ത് ഒരു സുനയും ഇല്ല എന്ന് നിങ്ങൾ കരുതണ്ട. അതാ നമുക്ക് 3 ടിപ്പ് കിട്ടുന്നുണ്ട്. അതായത് ഒരു ടൈപ്പ് സി കിട്ടുന്നുണ്ട്, ഒരു ലൈറ്റ്നിങ് കിട്ടുന്നുണ്ട്, ഒരു മൈക്രോയും കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ലൈറ്റ്നിങ് പോർട്ടിൻ്റെ ഈ ഒരു പോർട്ടില്ലേ, ഈ സാധനം നിങ്ങളുടെ ഫോണിൻ്റെ താഴേക്ക് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് വെക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ അതവിടെ എൻ്റെ ഫോണിൽ ടൈപ്പ് സി പോർട്ടിലേക്ക് ആ പോർട്ടിൽ ഒന്ന് ഇൻസേർട്ട് ചെയ്യാണ്. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ ചാർജ് ചെയ്യേണ്ടത് ആ സമയത്ത് ഈ കേബിളിനൊന്ന് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. മാഗ്നറ്റ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ജസ്റ്റ് നിങ്ങൾ അയ്യോ ഇത് കയറുന്നില്ലല്ലോ അതൊന്നും വേണ്ട. ജസ്റ്റ് എവിടെയെങ്കിലും ഫോൺ വയ്ക്കുക, ഈ സാധനം കേബിൾ ഇങ്ങനെ കൊണ്ടുപോവുക, അവിടെ കണക്റ്റ് ആയിക്കോളും. ആൻഡ് ഇതിനകത്തുള്ള വേറൊരു പ്രത്യേകത കാണിച്ചു തരാം. ഇതിൽ ലൈറ്റ് കത്തും. ലൈക്ക് ആക്ച്വലി നിങ്ങൾക്കറിയാവോ, ഞാൻ ഒരുപാട് നാളായിട്ട് നോക്കിക്കൊണ്ട് നടന്നൊരു കേബിളാണ്. അതായത് ഇങ്ങനെ ലൈറ്റ് കത്തുന്നത്. സോ നിങ്ങളുടെ കാറിലൊക്കെ ഇത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. കാറിൽ കണക്ട് ചെയ്തിടുന്നതാണ് ഏറ്റവും സേഫ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കാറിലൊക്കെ പോകുന്ന സമയത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണക്റ്റായിട്ട് കുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കുണ്ടണി കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് സിമ്പിളാണ്. ജസ്റ്റ് ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രൈസും കുറവാണ്. എല്ലാ വീട്ടിലും ഒന്ന് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പൈലുകളെ അടുത്ത സാധനം വന്നിട്ടുണ്ട്. അതായത് ഇതൊരു പവർ ബാങ്ക് ആണ്. 900 സംതിങ് റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ചോദിക്കും 900 രൂപയ്ക്കും പവർ ബാങ്ക് കൊണ്ടുവന്നിരിക്കണമെന്ന്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് വെയിലത്ത് വെച്ചാൽ മതി. സോളാർ ചാർജറുള്ള പവർ ബാങ്ക്. ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ടൈപ്പ് എ പോർട്ട് കിട്ടും. നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു ടൈപ്പ് സി പോർട്ട് കിട്ടും. അതുപോലെ തന്നെ പുറകിലായിട്ട് നിങ്ങൾക്ക് 4 കേബിളുകളും കിട്ടുന്നുണ്ട്. കേബിൾ എന്ന് പറയുന്ന സമയത്ത് ഒന്നാമത്തത് ടൈപ്പ് സി കേബിൾ കിട്ടും, പിന്നീട് ഒരു ലൈറ്റിംഗ് കേബിൾ കിട്ടും, പിന്നീട് ഒരു മൈക്രോ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു USB A പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ പവർ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതാ നിങ്ങൾക്ക് ഇവിടെ എത്ര % ചാർജ് ഉണ്ടെന്നുള്ളത് ഇങ്ങനെ എഴുതി കാണിക്കും. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് ഇതിനകത്തൊരു സോളാർ ചാർജർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചാർജ് ചെയ്യാനായിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ വെയിലത്ത് വെച്ച് അത്യാവശ്യം നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങളുടെ കുറേ സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത് 196 റുപ്പീസിൻ്റെ ഒരു സാധനമാണ് മിനി മസാജർ. നമുക്ക് എന്താണ് പരിപാടി നോക്കാം. സോ നമുക്ക് 2 സാധനങ്ങളാണ് കിട്ടുന്നത്. ഈ ഒരു വട്ടം, അതുപോലെ തന്നെ നമുക്കൊരു സിലിക്കൺ ടൈപ്പുള്ള ഒരു സാധനം. ഇത് നമ്മുടെ കഴുത്തിൽ എന്താ വെക്കണമെന്ന് തോന്നുന്നു. ഇതിങ്ങനെ നമ്മൾ M ബട്ടൺ അമർത്തുന്ന സമയത്ത് ഇത് ഓൺ ആവും. ഈ ഒരു സാധനം ഇതിൻ്റെ പുറകിലത്തെ 2 ബട്ടണിലായിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഡു ഇറ്റ്. എന്റെ മുടി എടാ, ഇത് ഷോക്ക് ഇടാ അടിക്കുന്നത്. ഗൈസ്
ഈ ഒരു ചാനലിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ, അതായത് ചില പ്രോഡക്റ്റ് നമ്മൾ ട്രൈ ചെയ്തതിന് ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു തരും, ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ അല്ല എന്ന് പറഞ്ഞു തരും. സോ ലൈക്ക് ചുമ്മാ ഫണ്ണടിക്കുന്നതല്ല, ഈ പ്രോഡക്റ്റ് ലൈക്ക് ലിറ്ററലി കൊന്നു കളയാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്രോഡക്റ്റ് ആയിരുന്നു. സോ ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ഇതിൻ്റെ അകത്ത് ചാർജ് കയറും, ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്. ആൻഡ് ഈ ഒരു 2 ബട്ടൺ കണ്ടോ, അത് നെഗറ്റീവും പോസിറ്റീവുമാണ്. ഇതിൻ്റെ ഈ നെഗറ്റീവും പോസിറ്റീവിൽ നിന്ന് ഈ ഒരു പാഡിൻ്റെ നെഗറ്റീവും പോസിറ്റീവിലോട്ടും കറണ്ട് ചെന്നതിന് ശേഷം ഇവിടെ ഒരു സിലിക്കൺ പാഡുണ്ട്. ഈ സിലിക്കൺ പാഡ് വഴിയാണ് നമുക്ക് ആ ഒരു മസാജിങ് ഫീല്, ആ ഒരു വൈബ്രേറ്റിംഗ് ഫീല് കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വൈബ്രേറ്റിംഗ് ഫീലാണ് കൊണ്ടുവരേണ്ടത്. സോ ബേസിക്കലി ആദ്യം നമ്മുടെ GPD ഇവിടെ പുറകിൽ വെച്ചിരുന്ന സമയത്ത് ബീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡായിരുന്നു ഇട്ടിരുന്നത്. ആ ബീറ്റ് എന്ന് പറഞ്ഞ മോഡിൽ നമ്മളിങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ടാപ്പ് ചെയ്യൂലേ പുറകിലായിട്ട്, ഇങ്ങനെ അടിക്കുന്ന പോലെ ഫീൽ ചെയ്തത്. രണ്ടാമത് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഒരുമാതിരി ഫീൽ ചെയ്തിട്ട് ഞാൻ കയ്യിലെടുത്ത് വെച്ചു. എൻ്റെ ഇവിടെ കൈയുടെ മസിൽസിൻ്റെ ഇവിടെ ജസ്റ്റ് ട്രൈ ചെയ്തു. അത് ലിറ്ററലി കൈ ഭയങ്കര വേദനയാണ്. അതായത് നമ്മുടെ മസിൽസ് മൊത്തത്തിൽ ലൈക്ക് കോൺട്രാക്ട് ചെയ്യുന്നത് പോലെയായിരുന്നു ഫീൽ ചെയ്തത്. അതായത് മൊത്തത്തിൽ നമ്മുടെ കൈയുടെ മസിൽസിൽ ഒരു അടി കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഫീല്, ആ ഫീല്. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്തത് എൻ്റെ പുറകിൽ വെച്ചിട്ടാണ്. ലിറ്ററലി കറണ്ട് അടിക്കുക ചെയ്തത്. കറണ്ട് അടിക്കുക ചെയ്തത്. അത് മസാജ് അല്ല, ഷോക്ക് വേവ് ആണെന്നുള്ളത് ലിറ്ററലി എനിക്ക് എൻ്റെ കഴുത്തിൽ കൂടി ഫീൽ ചെയ്യാൻ പറ്റി, സീരിയസ്ലി. സോ ഡോണ്ട് ബൈ ദിസ് പ്രോഡക്റ്റ്. ആൻഡ് നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എല്ലാവരും പോയി ഒരു നെഗറ്റീവ് കമൻറ്റോ റിപ്പോർട്ടോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ദിസ് ഈസ് എ ഫോൾട്ടി ഡിവൈസ് ആൻഡ് ഇറ്റ്സ് വെരി ഹാംഫുൾ. അടുത്ത് 121 രൂപയ്ക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആക്ച്വലി ഇപ്പോൾ ഞാൻ എൻ്റെ മാക്ബുക്കിൽ ഏറ്റവും നേരിടുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? കീബോർഡിൻ്റെ ഇടയിൽ ഡസ്റ്റ് കയറും. ഈ ഡസ്റ്റ് കീബോർഡിൻ്റെ ഇടയിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര തൊല്ലയാണ്, ഭയങ്കര പാടാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാഡാണ് സാധനം. അതായത് ഒരു ചെറിയൊരു ഫോം, സിലിക്കൺ ഫോം പോലത്തെ ഒരു ഫോം. സോ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ജസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ കീബോർഡിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്തത് ഇതിൻ്റെ പുറത്തുകൂടി ആയിരിക്കും, ഈ ഒരു ഷീറ്റിൻ്റെ പുറത്തുകൂടി ആയിരിക്കും. ഈ ഷീറ്റിനെ നമുക്ക് എടുത്തതിന് ശേഷം മാസത്തിൽ ഒരു ദിവസം എടുത്തിട്ട് വാഷ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചിടാം. അങ്ങനെ പറ്റുന്നൊരു ഷീറ്റാണ്. ലൈക്ക് ഇതെങ്ങനെയാണ്, ഭയങ്കര തിന്നായിട്ടുള്ളൊരു ഷീറ്റാണ്. ആൻഡ് ഒരു ഭാഗത്തിട്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ അവിടെ പറ്റി പിടിച്ചിരിക്കും, അതിനെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് അത് സ്ട്രെച്ച് ചെയ്ത് മേളിലോട്ടൊക്കെ ആക്കാൻ പറ്റും. സോ നൈസ് പ്രോഡക്റ്റ്. എനിക്ക് തോന്നുന്നു എല്ലാ ലാപ്ടോപ്പ് യൂസേഴ്സും ഇത് വാങ്ങണം. കാരണം ഈ ലാപ്ടോപ്പിൻ്റെ കീബോർഡിൻ്റെ ഇടയിൽ കൂടി ഈ ഉറുമ്പൊക്കെ കയറിപ്പോവും. ഉറുമ്പ് കയറിപ്പോയിട്ട് നിങ്ങളുടെ ബോർഡൊക്കെ തിന്നും, അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സേഫായിട്ട്, കുറച്ചുകൂടി ഡ്യൂറബിളായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം. നമ്മുടെ കേരളത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറുമ്പിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഉറുമ്പിന് ഭംഗിയൊന്നുമില്ല. അപ്പോൾ ദിസ് ഇസ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ്. എനിക്ക് തോന്നുന്നു ഈ ഒരു മീഷോ ബൈയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഞാൻ നേരിടുന്ന ഒരു പ്രശ്നമാണ്. സോ നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീഷോയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള 500 രൂപയ്ക്കകത്തുള്ള ഗാഡ്ജറ്റുകൾ. ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.